ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രെയർ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് പ്രെയർ വീഡിയോസ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സാഹചര്യം മോശമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ പൂർവാധികം ശക്തിയോട് കൂടി തന്നെ തിരിച്ചു വന്നു. ഇനിയും ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ആരും മറന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ സൈഡിൽ നിന്നുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് എൻ്റെ ഒരു സഹയാത്രികനായിട്ട് കൂടെ കൊണ്ടു നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു കാര്യം, ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ തന്നെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിപ്പോൾ ക്യാഷ്വലായിട്ട് എല്ലാവരുടെ ലൈഫിലും വന്നു പോകുന്ന ഒരു സംസാരമായിരിക്കും. ദൈവദൂതനെ പോലെ എന്നെ ഒരാൾ രക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവദൂതനെ പോലെ എൻ്റെ ഒരു പ്രോബ്ലം, അന്ന് എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നൊരു പ്രോബ്ലം, അത് ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ ലൈഫിലും അറിഞ്ഞിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യം, അതൊരു ഒരു ദൈവദൂതനെ പോലെ വന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ആദ്യം തന്നെ ഞാനൊരു വചനം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35 തിരുവചനം, അതിനകത്ത് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കാറ്റും വെയിലും പിന്നെ ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണേ. ഓക്കെ, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35 തിരുവചനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ ഒരു വചനം പരിശുദ്ധാത്മാവിൻ്റെ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വാക്കുകളാണിത്. ദൈവത്തിൻ്റെ ദൂതൻ, നമ്മൾ മാലാഖമാരെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു കവൽ മാലാഖ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ആപത്ത് ഘട്ടങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കാവൽ മാലാഖമാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ദൂതൻ വഴിയാണ്. അപ്പോൾ അതുപോലെ ഒരാളാണ് ഈശോയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഒരു സഹയാത്രികൻ, എൻ്റെ ഒരു കമ്പാനിയനായിട്ട് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്തു വന്നാലും നമ്മളെ കെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തു വന്നാലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി എനർജി ബൂസ്റ്റർ ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഇറങ്ങി വരണമേ, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത് നല്ലൊരു കാര്യം കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പഠിക്കാനുള്ള ബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവെ എൻ്റെ പഠന മേഖലയിലേക്ക്, ഞാൻ പഠിക്കുന്ന എൻ്റെ ഈ സബ്ജക്റ്റുകളിലേക്ക് എൻ്റെ മനസ്സിലതൊക്കെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവെ നീ എനിക്ക് പറഞ്ഞു തരണമേ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ നീ ആ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ അത് ഓർത്തെടുക്കാനായിട്ടും എക്സാമിൻ്റെ സമയത്ത് ഒരു ടെൻഷനും കൂടാതെ കൂളായിട്ടിരുന്ന് എഴുതാനൊക്കെ ആയിട്ട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പഠിക്കുന്ന കാര്യം മാത്രമല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഇന്നലെ കണ്ടത് ഇങ്ങനെയായിരുന്നു. മീൻസ് അവരാ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, സ്വന്തമായിട്ട് ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ലൈഫിൽ ഒരു ഘട്ടം വന്നപ്പം ഭയങ്കരമായിട്ട് അവർ ഡൗൺ ആയി. എന്ന് വെച്ചാൽ ആൾക്കാർ വരുന്നില്ല, അവർക്ക് കച്ചവടം കുറഞ്ഞു പോയി, ഒന്നും ശരിയാവുന്നില്ല. അപ്പം അവരങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ മുന്നോട്ട്
ഫാമിലിയായിട്ട് പോകുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അത് സ്റ്റക്കായി നിന്നപ്പം അവർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ എനിവേ അവർക്ക് ആ ഒരു സമയത്ത് അവരെ വിഷമിച്ചിരുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതനെ പോലെ ദൈവം ഇറങ്ങി വന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരാൾ വന്ന് നല്ലൊരു എമൗണ്ടിൽ അവർക്ക് ആ പൈസയിൽ അവരുടെ ആ കാര്യം സെയിലായി പോവുകയും കച്ചവടമൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടത് പോകാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇടപെടലാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. നമുക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ഓരോരുത്തരുടെ രീതിയിൽ മനസ്സിലേക്ക് കയറി വരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ എനിക്കങ്ങനെ കയറി വന്നേ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിരുന്നത്. ഒത്തിരി ഒന്നുമില്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്, എന്നെ സംബന്ധിച്ച് ആവശ്യമുണ്ട്. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരാളാണ്, കിട്ടിയിട്ടുള്ള ഒരാളാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനായിട്ട് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ ഞാൻ ധ്യാനങ്ങളിലൊക്കെ പോകുമ്പം എനിക്കങ്ങനെ കിട്ടാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് വരിക എന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും എനിക്കത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഇപ്പം ഒരുപാട് ന്യൂസിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതുപോലെ അങ്ങനെ പ്രാർത്ഥനയിലൂടെയും നന്മപ്രവൃത്തികളിലൂടെയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ അനുഗ്രഹങ്ങൾ എന്തായാലും കിട്ടാതിരിക്കത്തില്ല. അത് കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് അന്നന്നത്തെ ആഹാരം കഴിച്ച് അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കൂടെ 1 മണിക്കൂർ ഈശോ ചോദിച്ചിട്ടുണ്ട്, 1 മണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി നിനക്ക് മാറ്റി വയ്ക്കാനായിട്ട് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മണിക്കൂറെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു ജനറേഷനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പം അതും അങ്ങനത്തെ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ പോവാം. അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞു തന്ന് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ട് പറയണമല്ല. എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു. പിന്നെ ആ ഒരു കാര്യമായിട്ട് ആ ഒരു ഇൻസിഡൻ്റായിട്ട് റിലേറ്റ് ചെയ്തപ്പം എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി. പിന്നെ നമ്മൾ പ്രെയർ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും മറന്നു പോവരുത് കേട്ടോ എന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ സൈഡിൽ നിന്നുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓരോ ദിവസവും ഓരോ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മളത് എന്താ പറയുക, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാതെ ആ സഹനങ്ങളെ നമ്മൾ അതിജീവിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് അതായത് ഭയങ്കരമായിട്ട് താഴ്ന്ന് കടന്നിട്ട് ഒരുപാട് പേര് അവരുടെ അധ്വാനത്തിലും പ്രാർത്ഥനയിലും അവരുടെ ജീവിത രീതിയിലൊക്കെ അവർ ഉയർന്നു വന്ന ഒരുപാട് പേര് നമുക്കറിയാം. നമ്മൾ അനുദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളറിയാവുന്നവരായിരിക്കാം ഒക്കെ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ അവരധ്വാനിച്ചു, അവർ പ്രാർത്ഥിച്ചു, അവർക്ക് കിട്ടി. നമ്മളും അതുപോലെ വിഷമിച്ചിരിക്കുന്ന സഹനങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ ഉള്ള സമയത്ത് നമ്മളും ആ രീതിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നമ്മളെന്താ ചെയ്യണേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, പ്രയത്നിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, ചെറിയൊരു വീഡിയോ, എത്ര മിനിറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴായിരിക്കും അറിയത്തുള്ളൂ. എനിവേ ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ. ഈശോയെ മഹത്വപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. നമുക്ക് കിട്ടുന്ന നന്ദിയും അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ദൈവം നേടിത്തന്നു, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നു, ദൈവത്തിന് നന്ദി. അത് മാത്രമല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മളെപ്പോഴും നന്ദി പറയണം, അതൊരു കാര്യം. പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കണം. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം സ്നേഹിക്കാതെ, അല്ല കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോവാതെ, നമ്മുടെ കൂടെ 24 മണിക്കൂറും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉള്ള ഒരാൾ എന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരാളെ സമീപിക്കുന്നതും എപ്പോഴും നമ്മൾ ഒരാളുടെ കൂടെ നടക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്.
അവൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കണേ, അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയിപ്പിക്കാനും ഇടയാക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഫോർവേഡായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണല്ലോ. അപ്പം അങ്ങനെ നന്നായിട്ട് തന്നെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാത്തവർക്ക് മെയിൽ അയക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.